ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 8/2/2025 നടന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും നോക്കാം. അപ്പം നമ്മൾ 32 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ഇനി ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. 33ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, ബാസപ്പ ദാനപ്പ ജെട്ടി. അപ്പോൾ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രസിഡന്റുമാർ അന്തരിക്കുമ്പോൾ പകരം പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുന്നതിന് പറയുന്ന പേരാണ് ആക്ടിംഗ് പ്രസിഡന്റ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരായിരുന്നു? വി വി ഗിരി ആയിരുന്നു ഇന്ത്യയുടെ ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ്. ഇന്ത്യയുടെ മൂന്നാമത്തെയും അവസാനത്തെയും ആക്ടിംഗ് പ്രസിഡന്റായിരുന്നു BD ജെട്ടി. ഇന്ത്യയുടെ മൂന്നാമത്തെയും അവസാനത്തെയും ആക്ടിംഗ് പ്രസിഡന്റായിരുന്നു BD ജെട്ടി. അപ്പം അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1977 ഫെബ്രുവരി 11 മുതൽ 1977 ജൂലൈ 25 വരെയായിരുന്നു അദ്ദേഹം ആക്ടിംഗ് പ്രസിഡൻ്റായിട്ട് ഇരുന്നത്. 1977 ഫെബ്രുവരി 11 മുതൽ 1977 ജൂലൈ 25 വരെയായിരുന്നു അദ്ദേഹം ആക്ടിംഗ് പ്രസിഡൻ്റായിട്ട് ഇരുന്നത്. 1977 മാർച്ച് 21 ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതിയാണ് BD ജെട്ടി. 1977 മാർച്ച് 21 ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതി BD ജെട്ടി. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഐ ആം മൈ ഓൺ മോഡലാണ് BD ജെട്ടിയുടെ ആത്മകഥ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 34. അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം. ആൻസർ ഓപ്ഷൻ ഡി, അനുച്ഛേദം 51(4). അനുച്ഛേദം 51(1) എന്താണ്? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുക എന്ന് അനുശാസിക്കുന്ന വകുപ്പ്. എന്താണ്? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുക എന്ന് അനുശാസിക്കുന്ന വകുപ്പാണ് അനുച്ഛേദം 51(1). ഇനി അനുച്ഛേദം 51(2) എന്താണ്? രാജ്യങ്ങൾക്കിടയിൽ നീതിപൂർവവും മാന്യവുമായ ബന്ധം നിലനിർത്തണമെന്ന് അനുശാസിക്കുന്ന വകുപ്പ്. രാജ്യങ്ങൾക്കിടയിൽ നീതിപൂർവവും മാന്യവുമായ ബന്ധം നിലനിർത്തണം എന്ന് അനുശാസിക്കുന്ന വകുപ്പാണ് 51(2). ഇനി 51(3) എന്താണ്? അന്താരാഷ്ട്ര നിയമങ്ങളോടും ഉടമ്പടി ബാധ്യതകളോടും ബഹുമാനം പുലർത്തണമെന്ന് അനുശാസിക്കുന്ന വകുപ്പ്. അന്താരാഷ്ട്ര നിയമങ്ങളോടും ഉടമ്പടി ബാധ്യതകളോടും ബഹുമാനം പുലർത്തണമെന്ന് അനുശാസിക്കുന്ന വകുപ്പാണ് 51(3). അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം, ബത്ത ഇവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ആർട്ടിക്കിൾ. ആൻസർ ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 97. ആർട്ടിക്കിൾ 73 എന്താണ്? യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് അധികാരത്തിൻ്റെ വ്യാപ്തി വിശദീകരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പാണ് ആർട്ടിക്കിൾ 73. യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് അധികാരത്തിൻ്റെ വ്യാപ്തി വിശദീകരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 73. ഇനി ആർട്ടിക്കിൾ 116 എന്താണ്? വോട്ട് ഓൺ അക്കൗണ്ട്, വോട്ട് ഓഫ് ക്രെഡിറ്റ്, ഗ്രാൻറ്റുകൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. വോട്ട് ഓൺ അക്കൗണ്ട്, വോട്ട് ഓഫ് ക്രെഡിറ്റ്, ഗ്രാൻറ്റുകൾ എന്നിവയെക്കുറിച്ച്
പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 116. ഇനി ആർട്ടിക്കിൾ 70 എന്താണ്? അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രപതിയുടെ ചുമതലകൾ കൈകാര്യം ചെയ്യാൻ പാർലമെന്റിനെ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ വകുപ്പ്. എന്താണ്? അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രപതിയുടെ ചുമതലകൾ കൈകാര്യം ചെയ്യാൻ പാർലമെന്റിനെ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 70. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളും കൂടെ ഓർത്തു വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 36 തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ, ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ചയാകാം. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഒരു ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന രീതി എന്താണ്? ഇപ്പോൾ ഒരു സിറ്റിംഗ് ഹൈക്കോടതി ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാനുള്ള കാരണം എന്തൊക്കെയാണ്? എന്തൊക്കെ കാരണം കൊണ്ടാണ് ഈ ജഡ്ജിയെ ഇംപീച്ച്മെൻറ്റ് ചെയ്യുന്നത്? തെളിയിക്കപ്പെട്ട ദുർവൃത്തി അല്ലെങ്കിൽ കഴിവില്ലായ്മ. അപ്പോൾ ഇങ്ങനെ നീക്കം ചെയ്യാൻ, വെറുതെ അങ്ങ് നീക്കം ചെയ്യാനൊക്കത്തില്ല. അതൊന്നും നിയമനിർമ്മാണ സഭയിൽ ചർച്ചയാക്കാനും പറ്റത്തില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഈ പ്രമേയം ലോകസഭയിൽ 100 അംഗങ്ങളും രാജ്യസഭയിൽ 50 അംഗങ്ങളും ഒപ്പുവെച്ച് സ്പീക്കർക്കോ ചെയർമാനോ നൽകണം. അപ്പോൾ സ്പീക്കറോ ചെയർമാനോ ഈ പ്രമേയം അംഗീകരിക്കുകയോ അല്ലെങ്കിൽ നിരസിക്കുകയോ ചെയ്യാം. അംഗീകരിക്കുകയാണെങ്കിൽ സ്പീക്കറോ ചെയർമാനോ എന്ത് ചെയ്യും? കുറ്റം ആരോപിക്കപ്പെട്ടതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഒരു 3 അംഗ സമിതിയെ നിയോഗിക്കണം. അപ്പോൾ ഈ 3 അംഗ സമിതിയിൽ ആരൊക്കെയാണുള്ളത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഒരു നിയമജ്ഞൻ, അങ്ങനെ 3 പേര് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ സമിതി എന്തെങ്കിലും സ്വഭാവ ദൂഷ്യമോ കഴിവില്ലായ്മയോ എല്ലാം കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സഭയ്ക്ക് പ്രമേയം പരിഗണിക്കാം. പാർലമെൻറ്റിലെ ഇരുസഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കി രാഷ്ട്രപതിക്ക് സമർപ്പിച്ചാൽ മാത്രമേ രാഷ്ട്രപതിക്ക് ഹൈക്കോടതി ജഡ്ജിയെ നീക്കം ചെയ്യാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെ ഒരു ഹൈക്കോടതി ജഡ്ജിയെ നീക്കം ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമേ ഒരു ഹൈക്കോടതി ജഡ്ജിയെ നീക്കം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 37 വിവരാവകാശ കമ്മീഷന്റെ ഘടന. ആൻസർ ഓപ്ഷൻ സി, മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമ വിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. ഇതാണ് വിവരാവകാശ കമ്മീഷന്റെ ഘടന. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 12. സെക്ഷൻ 12 എന്താണ്? സെക്ഷൻ 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പാണ് ഏത്? സെക്ഷൻ 12. മുഖ്യ വിവരാവകാശ കമ്മീഷണറും വിവരാവകാശ കമ്മീഷണർമാരും വിവിധ മേഖലകളിൽ വിപുലമായ അറിവും അനുഭവജ്ഞാനവുമുള്ളവരും പൊതുജീവിതത്തിൽ ഔന്നത്യമുള്ള വ്യക്തികളും ആയിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പാണ് സെക്ഷൻ 12(5). എന്താണ് സെക്ഷൻ 12(5) പറയുന്നത്? മുഖ്യ വിവരാവകാശ കമ്മീഷണറും വിവരാവകാശ കമ്മീഷണർമാരും വിവിധ മേഖലകളിൽ വിപുലമായ അറിവും അനുഭവജ്ഞാനമുള്ളവരും പൊതുജീവിതത്തിൽ ഔന്നത്യമുള്ള വ്യക്തികളും ആയിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 12(5). വിവരാവകാശ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പാണ് സെക്ഷൻ 14. സെക്ഷൻ 14 എന്താണ്? വിവരാവകാശ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ്. അപ്പോൾ ഈ 3 വകുപ്പും കൂടെ ഓർത്തു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8 നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ. ആൻസർ ഓപ്ഷൻ സി, ശ്രീ വി ഹരിനായർ. അപ്പോൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പാണ് സെക്ഷൻ
15. അപ്പോൾ സെക്ഷൻ 15 എന്താണ്? സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ്. ഇനി സെക്ഷൻ 15(2) എന്താണ് സെക്ഷൻ 15(2)? സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കവിയാത്തത്ര വിവരാവകാശ കമ്മീഷണർമാരും ഉണ്ടായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ്. അപ്പം എന്താണ്? സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കവിയാത്തത്ര വിവരാവകാശ കമ്മീഷണർമാരും ഉണ്ടായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 15(2). ഇനി സെക്ഷൻ 16(3) എന്താണ് സെക്ഷൻ 16(3)? സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും വിവരാവകാശ കമ്മീഷണർമാരും ഗവർണർ മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് എന്ന് പരാമർശിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 16(3). ഇനി സെക്ഷൻ 16(4) എന്താണ് സെക്ഷൻ 16(4)? സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും വിവരാവകാശ കമ്മീഷണർമാരും ഗവർണർക്കാണ് രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ്. സെക്ഷൻ 16(4) സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും വിവരാവകാശ കമ്മീഷണർമാരും ഗവർണർക്കാണ് രാജിക്കത്ത് സമർപ്പിക്കേണ്ടത്. അതാണ് സെക്ഷൻ 16(4). അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ ഓർത്ത് വെച്ചേക്കുക. ഏതൊക്കെയാണ്? സെക്ഷൻ 15, സെക്ഷൻ 15(2), സെക്ഷൻ 16(3), 16(4). ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 39. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് ഉദ്ഘാടനം നടന്നത്? സ്റ്റാഗ് അല്ല, സ്ലാഗ് ആണ്. ആൻസർ ഓപ്ഷൻ ബി, NH 66 മുംബൈ ഗോവ. അപ്പം എന്താണ് ഈ സ്റ്റീൽ സ്ലാഗ് റോഡ് എന്ന് പറയുന്നത്? ഇന്ത്യയിലെ ഉരുക്ക് നിർമ്മാണ കമ്പനികളിൽ നിന്നുള്ള സ്ലാഗ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡാണ് സ്റ്റീൽ സ്ലാഗ് റോഡ്. അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം 2024 ജനുവരി. 2024 ജനുവരിയിലാണ് ഈ റോഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അപ്പോൾ ആരാണ് ഇതിന് പിന്നിലെ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത്? ആരാണ്? CSIR CRRI ആണ്. അതായത് കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് റോഡിൻ്റെ പിന്നിലെ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത്. ബിറ്റുമിൻ റോഡുകളെ അപേക്ഷിച്ച് സ്റ്റീൽ സ്ലാഗ് റോഡുകൾക്ക് ആയുസ് കൂടുതലാണ്. അപ്പോൾ ഈ സ്റ്റീൽ സ്ലാഗ് റോഡ് സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിന് കേന്ദ്ര സ്റ്റീൽ മന്ത്രാലയവുമായി സഹകരിച്ച രാജ്യത്തെ പ്രധാന സ്റ്റീൽ നിർമ്മാണ കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആർസെലർ മിത്തൽ നിപ്പോൺ സ്റ്റീൽ, JSW സ്റ്റീൽ, ടാറ്റ സ്റ്റീൽ, രാഷ്ട്രീയ ഇസ്പത് നിഗം. അപ്പോൾ ഈ സ്റ്റീൽ കമ്പനികളാണ് എന്ത് ചെയ്തത്? കേന്ദ്ര സ്റ്റീൽ മന്ത്രാലയവുമായി സഹകരിച്ച് ഈ സ്റ്റീൽ സ്ലാഗ് റോഡ് സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിന് സഹായിച്ചത്. അപ്പോൾ ഇതും കൂടെ ഓർത്തു വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 40. സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതു നന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, അനുച്ഛേദം 39(b). അപ്പം നമുക്ക് അനുച്ഛേദം 39ഉം അതിൻ്റെ ഉപവകുപ്പുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. അനുച്ഛേദം 39. അനുച്ഛേദം 39 ആദ്യം നോക്കാം. അനുച്ഛേദം 39 രാഷ്ട്രം അനുവർത്തിക്കേണ്ട ചില തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. എന്താണ് അനുച്ഛേദം 39 പറഞ്ഞിരിക്കുന്നത്? രാഷ്ട്രം അനുവർത്തിക്കേണ്ട ചില തത്വങ്ങൾ. അതാണ് അനുച്ഛേദം 39 പറഞ്ഞേക്കുന്നത്. ഇനി 39(a) എന്താണ് 39(a)യിൽ പറഞ്ഞേക്കുന്നത്? സാമ്പത്തികമോ മറ്റ് വൈകല്യങ്ങളോ കാരണം ഒരു പൗരനും നീതി ലഭ്യമാക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഉചിതമായ നിയമനിർമ്മാണത്തിലൂടെയോ
പദ്ധതികളിലൂടെയോ മറ്റേതെങ്കിലും വിധത്തിലോ സൗജന്യ നിയമസഹായം നൽകണമെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ്. അപ്പം എന്താണ് അനുച്ഛേദം 39A? സാമ്പത്തികമായോ മറ്റ് വൈകല്യങ്ങളോ കാരണം ഒരു പൗരനും നീതി ലഭ്യമാക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി ഉചിതമായ നിയമനിർമ്മാണത്തിലൂടെയോ പദ്ധതികളിലൂടെയോ മറ്റേതെങ്കിലും വിധത്തിലോ സൗജന്യ നിയമസഹായം നൽകണമെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 39A, അനുച്ഛേദം 39A. ഇനി അനുച്ഛേദം 39C. എന്താണ് 39C? സമൂഹത്തിൽ പ്രതികൂല പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കുന്നതിന് സമ്പത്തിൻ്റെയും ഉൽപാദനോപാധികളുടെയും കേന്ദ്രീകരണം തടയാൻ ലക്ഷ്യമിടുന്നു എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ്. എന്താണ്? സമൂഹത്തിൽ പ്രതികൂല പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കുന്നതിന് സമ്പത്തിൻ്റെയും ഉൽപാദനോപാധികളുടെയും കേന്ദ്രീകരണം തടയാൻ ലക്ഷ്യമിടുന്നു എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 39C. ഇനി അനുച്ഛേദം 39D. എന്താണ് അനുച്ഛേദം 39D എന്ന് പറയുന്നത്? തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 39D. അനുച്ഛേദം 39D ആണ് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ്. ഇനി അനുച്ഛേദം 39E. എന്താണ് അനുച്ഛേദം 39E? കുട്ടികളുടെയും തൊഴിലാളികളുടെയും ആരോഗ്യവും ശക്തിയും അമിതമായ ചൂഷണത്തിന് വിധേയമാകാതെ സംരക്ഷിക്കുക എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ്. കുട്ടികളുടെയും തൊഴിലാളികളുടെയും ആരോഗ്യവും ശക്തിയും അമിതമായ ചൂഷണത്തിന് വിധേയമാകാതെ സംരക്ഷിക്കുക എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 39E. ഇനി 39F. എന്താണ് 39F? കുട്ടികളുടെ ആരോഗ്യകരമായ സമഗ്ര വളർച്ചയ്ക്ക് സംവിധാനമുണ്ടാക്കുക എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 39F. 39E എന്ന് പറയുന്നത് കുട്ടികളുടെയും തൊഴിലാളികളുടെയും ആരോഗ്യവും ശക്തിയും അമിതമായ ചൂഷണത്തിന് വിധേയമാകാതെ സംരക്ഷിക്കുക എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ്. 39F എന്ന് പറയുന്നത് കുട്ടികളുടെ ആരോഗ്യകരമായ സമഗ്ര വളർച്ചയ്ക്ക് സംവിധാനമുണ്ടാക്കുക എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ ഓർത്തു വച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 41. കേരളത്തിൽ സ്ഫടിക മണൽ സമ്പന്നമായ ജില്ല. ആൻസർ ഓപ്ഷൻ ഡി, ആലപ്പുഴ. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ആലപ്പുഴ. സ്ഫടിക മണൽ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ചേർത്തല. ആലപ്പുഴയിലെ ചേർത്തലയിലാണ് സ്ഫടിക മണൽ കാണപ്പെടുന്ന പ്രദേശം. തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ലൈറ്റ് ഹൗസ് ആണ് ആലപ്പുഴ ലൈറ്റ് ഹൗസ്. തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ലൈറ്റ് ഹൗസ് ആലപ്പുഴ ലൈറ്റ് ഹൗസ്. കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടനയായ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിതമായ സ്ഥലം ആലപ്പുഴ. ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിതമായ വർഷം എന്നാണ്? 1922. പിന്നെ എന്താണ്? കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി നിലവിൽ വന്നത് എവിടെയാണ്? ആലപ്പുഴയിലാണ്, ഡാറാസ് മെയിൽ. അടുത്ത ക്വസ്റ്റ്യൻ 42. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ എ, പള്ളിവാസൽ. അപ്പോൾ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരുടെ കാലഘട്ടത്തിലാണ് സ്ഥാപിക്കപ്പെട്ടത്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്തിലാണ് സ്ഥാപിക്കപ്പെട്ടത്. അത് കമ്മീഷൻ ചെയ്യപ്പെട്ട വർഷം ആണ് 1940. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്യപ്പെട്ട വർഷമാണ് 1940. പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിനായി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനി കണ്ണൻ ദേവൻ കമ്പനി. അപ്പോൾ കണ്ണൻ ദേവൻ കമ്പനിയാണ് പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിനായി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത്. പള്ളിവാസൽ പദ്ധതിയിൽ നിന്നും ഉപയോഗം കഴിഞ്ഞ് പുറത്തേക്കൊഴുകുന്ന വെള്ളവും മുതിരപ്പുഴയിലെ വെള്ളവും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജലവൈദ്യുത പദ്ധതി ഏതാണ്? ചെങ്കുളം പദ്ധതിയാണ്. ചെങ്കുളം
1954 ആരംഭിച്ചത്. 1954. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? ചെങ്കുളം. കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മണിയാർ. പത്തനംതിട്ട ജില്ലയിലാണ്, പമ്പ നദിയിലാണ് മണിയാർ ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഇപ്പോൾ കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതിയാണ് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്, പന്നിയാറിൽ. ഇടുക്കി ജില്ല, പന്നിയാർ. മണിയാറോ? പത്തനംതിട്ട ജില്ല, പമ്പ നദി. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ കുറ്റ്യാടിയാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. 1972 ആരംഭിച്ചത്. എവിടെയാണ്? കുറ്റ്യാടിപ്പുഴ, കോഴിക്കോട്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി, കോഴിക്കോടാണ്. കുറ്റ്യാടിപ്പുഴയിൽ 1972 ആരംഭിച്ചത്. അപ്പോൾ എത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചതെല്ലാം ഇന്ന് തന്നെ അങ്ങ് പഠിച്ചു വെക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം നമുക്ക്.